എന്ത് ടൈപ്പ് പടമായിരിക്കും? ഫാമിലി എല്ലാവർക്കും കാണാം. നമുക്ക് സോഷ്യലായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടോ പടത്തിൽ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ആദ്യം ഞാൻ എത്ര ഒരു പീക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ബേസിലിൻ്റെ ഇത്. ബേസിൽ ഈ പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞ ആടുവാണ്. അതുപോലെ കരക്കിട്ടുണ്ട് ബേസിൽ. അതുപോലെ സജിനും ലിജോമോളും എല്ലാവരും. ഒരു കൊല്ലത്തെ ഒരു റൂറൽ ഏരിയയുടെ കഥയാണ്. നമ്മുടെ ജെ ഒക്കെ പോലെ ആ ഒരു ഏരിയ കഥ. അങ്ങനെ അറിയാവുന്നവർക്ക് ഈ പടം ഏതായാലും പിടിക്കും. സിനിമയുടെ കഥയിലും അതിനേക്കാളും പെർഫോമൻസിലാണ് 3 പേരും കയറി കലക്കിയിട്ടുണ്ട്. സജിനൊക്കെ കിടിലിനും പെർഫോമൻസ്. സജിനൊരു വാഗ്ദാനമാട്ടോ, അടിപൊളിയായിട്ടുള്ള സജിൻ ഇനി അടിപൊളിയായിട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പടം. ബേസിലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? എന്ത് ടൈപ്പ് കഥയാണ് പറയുന്നത്? അത് കാണേണ്ട സിനിമ, കണ്ടാൽ മതി. എല്ലാവരും പൊളിയാണ്. ഫാമിലിക്ക് കാണാൻ പറ്റുമോ? സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ബേസിൽ ജോസഫ് ഓരോ നിമിഷം കത്തി കയറി വരികയാണ്. പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സജു ബോബൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്മാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പൊന്മാൻ. യഥാർത്ഥ പൊന്മാനെ കാണണമെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ്. ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് ഓരോ പടം കൂടുന്തോറും ഇങ്ങനെ അടിപൊളിയായിട്ട് വരിക. ഫാമിലിക്ക് ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണോ? കുടുംബചിത്രം. പൊന്മാൻ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ മികച്ച കഥാപാത്രം. അതുപോലെ തന്നെ സജിൻ ഗോപു, ലിജോമോൾ അവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ആനന്ദ്, ദീപക്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നല്ലൊരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിംഗ്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സംഗീതമായാലും മികച്ച രചനയായാലും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന ഘടകങ്ങളെല്ലാം ഉള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് പൊന്മാൻ. എന്ത് ടൈപ്പ് പടമാണ് ഇത്? ഫാമിലി സബ്ജക്റ്റാണ്. അത് നല്ല ഒഴുക്കോടുകൂടി തന്നെ പോകുന്നുണ്ട്. ഒരിക്കലും ഒരു ലാഗും ഇല്ല. കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം.